കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂറിലെ ഫാഷൻ ഷോസിൻ്റെ ലാസ്റ്റത്തെ പാർട്സാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓൾമോസ്റ്റ് 6 പാർട്ടുകൾ നേഴ്സ് ബ്ലോഗർ മിക്കു റോക്ക് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജും മിക്കു റോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലും ആഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം എല്ലാ ഫാഷൻ ഷോസിൻ്റെയും പ്രോഗ്രാംസുകൾ പാർട്ട് വൈസ് ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ 2 പേജസും നിങ്ങൾ ശ്രദ്ധിക്കുക. മാക്സിമം വീഡിയോസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. മാൾ ഓഫ് ട്രാവൻകൂറിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 6 വർഷമായി. 6 വർഷത്തിന് മുമ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദുൽഖർ സൽമാൻ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ഗ്രീനിഷ് മാളും ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്രീനിഷ് മാളും ട്രിവാൻഡ്രത്തെ തന്നെ ആദ്യത്തെ മാളും എന്നുള്ള പ്രത്യേകതയുമായിട്ടാണ് നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂറിൻ്റെ വരവ്. വരവെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 3 ഇയേഴ്സ് റോയൽ വരവ് തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ട്രിവാൻഡ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് വേറെ മാളൊന്നുമില്ല. അപ്പോൾ അത്തരത്തിൽ വന്ന മാളിലാണെങ്കിൽ മാളിൻ്റെ ആദ്യത്തെ 6 വർഷത്തെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഫാഷൻ ഷോസ് 2ാമത്തെ ടേം നടത്തുന്നത്. ലാസ്റ്റ് ഇയറിലും ഇതുപോലെ ഉണ്ടായിരുന്നു. നമുക്ക് ആ സമയത്താണെങ്കിൽ വീഡിയോസുകൾ എടുക്കാൻ പറ്റാതെ വന്നായിരുന്നു. മാക്സിമം മോഡൽസിൻ്റെ വീഡിയോ ക്ലിപ്പിങ്സുകളാണെങ്കിൽ നമ്മൾ ഈ വീഡിയോസുകളിൽ തന്നെ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. ട്രിവാൻഡ്രം ബേസ്ഡ് വീഡിയോസുകൾ മാക്സിമം കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജസ് മറക്കാതെ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വിഷ്വൽസ് നമ്മുടെ പേജിൽസ് ആഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 6ാമത്തെ ആനിവേഴ്സറി ഫാഷൻ ഷോസിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല. ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിലാണെങ്കിൽ മാക്സിമം ഫാഷൻ ഷോസും DJ പാർട്ടീസും മറ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള വീഡിയോസുകളും ഡിഫറൻ്റ് ആയിട്ടുള്ള ഐഡിയാസുകളുമായിട്ട് നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂർ ഇനിയും വരട്ടെ എന്നുള്ളത് തന്നെയാണ് എല്ലാവരെയും പോലെ എൻ്റെയും ആഗ്രഹം. ലുലു മാളിൻ്റെ ഫാഷൻ ഷോസ് നമ്മൾ ലാസ്റ്റത്തെ മാസത്തിലാണെങ്കിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 മില്യണിൽ അധികം വ്യൂസ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാ പാർട്സിലും പറയുന്ന കാര്യങ്ങൾ മെയിനായിട്ടും കോമൺ തന്നെയായിരിക്കും. ഈ വീഡിയോസുകളിലും പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോസുകൾ അല്ലെങ്കിൽ ഈ ഫാഷൻ ഷോസുകളൊക്കെ ആണെങ്കിൽ മ്യൂസിക് ഇല്ലാത്ത പോർഷനായിട്ട് വോയിസ് ഓവറായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേജിൽ നിന്നും ഈ വീഡിയോസിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സുക്കർണനാണെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിമും സ്ട്രൈക്കും ഒക്കെ കാണിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് മനോഹരമായിട്ട് നമ്മൾ ഈ ഫാഷൻ ഷോസിനെ വർണ്ണിച്ചുകൊണ്ടുള്ള വീഡിയോസുകൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മോഡൽസും അതിഗംഭീരമായിട്ട് തന്നെ റാമ്പിൽ കൂടെ നല്ല ക്യാറ്റ് വാക്സ് തന്നെ നടത്തിയിട്ടുണ്ട്. മാക്സിമം എല്ലാവരുടെയും കൂടെ സെൽഫീസ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഫുഡി മിക്കു എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിലാണെങ്കിൽ നമ്മുടെ വീഡിയോസുകളുടെ ഫോട്ടോസുകൾ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ പേജും കൂടെ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ ഗൈസ്. അപ്പോൾ ട്രിവാൻഡ്രം ബേസ്ഡ് ഇതുപോലുള്ള വീഡിയോസുകൾ എസ്പെഷ്യലി അപ്ഡേറ്റ്സും ഇതുപോലുള്ള വീഡിയോസുകളായാലും ഫെസ്റ്റിവൽസ് ആയാലും എല്ലാം നമ്മുടെ ചാനൽ കൂടെ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഫാമിലി ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്സൊക്കെ എങ്ങനെ പ്ലാൻ ചെയ്യാം, എങ്ങനെ പോയി വരാം എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു നേഴ്സിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ചെറിയ റിലാക്സേഷൻ ടൈമിനുള്ള വിഷ്വൽസൊക്കെയാണ് നമ്മുടെ പേജസിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇതുവരെയും കിട്ടിയതുപോലെ തന്നെ ഇനിയും അങ്ങോട്ടും കിട്ടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം ഗൈസ്. അപ്പോൾ നേഴ്സ് ബ്ലോഗർ മിക്കു റോക്ക് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജും മിക്കു റോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന 2ാമത്തെ ഫേസ്ബുക്ക് പേജിലും ഇതിന് മുമ്പുള്ള പാർട്സുകളൊക്കെ ആണെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും വീഡിയോസ് കാണുക, വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മറക്കാതെ രേഖപ്പെടുത്തണം ഗൈസ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസുകൾ മാക്സിമം ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന നിങ്ങളുടെ ആയിട്ടുള്ള വാല്യൂ ആയിട്ടുള്ള കമൻസുകൾ, എസ്പെഷ്യലി പോസിറ്റീവ് ആയിട്ടുള്ള കമൻസുകൾ മാക്സിമം ശ്രമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാഷൻ ഷോസ് അതിൻ്റെ ആയിട്ടുള്ള വൈബിൽ അതിൻ്റെ ആയിട്ടുള്ള സെൻസിലാണ് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പോസിറ്റീവായിട്ടുള്ള വീഡിയോസുകൾ പോസിറ്റീവായിട്ട് തന്നെ മാക്സിമം എടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കിലാണ് നമുക്ക് ഇനിയും അങ്ങോട്ടും വീഡിയോസിൽ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്പിറേഷൻസ് വരുന്നത്. അപ്പോൾ 50-ലധികം വരുന്ന ഫാഷൻ മോഡൽസിൻ്റെ കമ്പനീസ് നടത്തിയിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ഫാഷൻ ഷോ റാമ്പായിരുന്നു നമ്മുടെ ട്രിവാൻഡ്രത്ത് അരങ്ങേറിയത്. അക്ഷരാർത്ഥത്തിൽ ട്രിവാൻഡ്രത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ഫാഷൻ ഷോസ് വിത്ത് റാംസ് തന്നെയായിരുന്നു
നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂറിൽ അരങ്ങേറിയത്. ഇതുപോലുള്ള ചെറിയ ചെറിയ ഫാഷൻ ഷോസും ഇതുപോലുള്ള ചെറിയ ചെറിയ മത്സരാർത്ഥികളടക്കമുള്ള വലിയ ഗംഭീരമായിട്ടുള്ള ഫാഷൻ ഷോ തന്നെയായിരുന്നു നമ്മുടെ ട്രിവാൻഡ്രത്ത് നടന്നത്. ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഒത്തിരി മോഡൽസുകളുണ്ടായിരുന്നു. അതിലാണെങ്കിൽ മെയിൽസ്, ഫീമെയിൽസ്, ട്രാൻസ്മെൻ, ട്രാൻസ്വുമൻ അങ്ങനെ നീണ്ട് നിവർന്നു പോകുന്നു. എല്ലാവരും അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു നടത്തിയത്. ഓരോ മോഡൽസിൻ്റെയും പ്രോഗ്രാംസുകൾ കഴിഞ്ഞു. അതിനുശേഷം ഓരോ കമ്പനീസിൻ്റെ മോഡൽസിൻ്റെയും പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അണിയറയിലുള്ള എല്ലാവരുടെയും ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. അവർക്ക് മൊമറാൻഡവും സർട്ടിഫിക്കറ്റ്സും ട്രോഫീസൊക്കെ കൊടുക്കുന്നതൊക്കെ ആയിരുന്നു മെയിനായിട്ടുള്ള ഹൈലൈറ്റ്സ്. ട്രിവാൻഡ്രത്ത് ഇതുപോലുള്ള പ്രോഗ്രാംസുകൾ വീണ്ടും വീണ്ടും മാൾ ഓഫ് ട്രാവൻകൂർ കണ്ടക്ട് ചെയ്യട്ടെ എന്നുള്ളതാണ് എൻ്റെയും ആഗ്രഹം. അപ്പോൾ